നീ അവരെ കണ്ട് ഭ്രമിക്കരുത്. അവർ നിന്നെ ജയിക്കില്ല. കാരണം ഞാൻ നിൻ്റെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ഇരമ്യാവ് പലപ്പോഴും വേദനിച്ചു, കണ്ണുനീരൊഴുക്കി. കാരണം പലപ്പോഴും അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം ആവശ്യപ്രകാരമല്ല കഷ്ടതയിലായത്, ദൈവവചന പ്രകാരം കഷ്ടതയിലായി. ഇരമ്യാവ് തൻ്റെ സഹോദരങ്ങൾ തൻ്റെ നേരെ തലകുലുക്കി, തൻ്റെ നേരെ നുണ പറഞ്ഞു. അപ്പോൾ ഇരമ്യാവ് പറഞ്ഞു, ഒരു സഹോദരനിലും വിശ്വസിക്കരുത്. അവർ വഞ്ചനയുടെ നടുവിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സത്രം കിട്ടിയെങ്കിൽ ഞാൻ എന്തു ചെയ്യുമായിരുന്നു? അവിടെ പോയി പാർക്കുമായിരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു. അത് കഴിഞ്ഞ് 15-ാം അധ്യായത്തിൽ വരുമ്പോൾ, ഇത് 9-ാം അധ്യായം, 15-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇരമ്യാവ് പറഞ്ഞു, ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചു. ഞാൻ കളിക്കൂട്ടുകാരെ കൂട്ടത്തിരുന്നിട്ടില്ല. പക്ഷെ നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന ഉറവയും പോലെയായി. അതെങ്ങനെയായി എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ 4-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ ക്ഷേമം അന്വേഷിച്ച് ആരും എന്തു ചെയ്യുന്നില്ല നിന്നെ. നീ സുഖമില്ലാതെ കിടന്നാലും ആരും കാണാൻ പറഞ്ഞില്ല. നിനക്ക് സുഖമുണ്ടോ എന്ന് ചോദിക്കാനും ആരുമില്ല. ആ നിലവാരത്തിൽ നീ ആയി. അപ്പോഴാണ് ഇരമ്യാവിനൊരു സംശയം. ഞാൻ വായിച്ച വചനങ്ങൾ, ഞാൻ കണ്ടെത്തി ഭക്ഷിച്ച വചനങ്ങൾ എനിക്ക് ചതിയായി മാറിയോ? വീണ്ടും 18-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇരമ്യാവിന് നേരെ ഒരു ഗൂഢാലോചന നടക്കുന്നു. ആ ഗൂഢാലോചന വേറെ വെളിയിലൊന്നും ആരുമായ താൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവോ, ആർക്ക് വേണ്ടി ഇടിവിൽ നിന്നുവോ അവരൊക്കെ ചേർന്ന് ഇരമ്യാവിന് നേരെ ഒരു ഗൂഢാലോചന നടത്തുകയാണ്. വരുവിൻ, നമുക്ക് ഇരമ്യാവിന് നേരെ ഉപായം ചിന്തിക്കാം, ജ്ഞാനിയുടെ പക്കൽ ഉപദേശമില്ലാതെ പോകില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഇരമ്യാവ് പറയുന്നത്, ദൈവമേ നീ കാണണമേ, ഞാൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നീ ഓർക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞു. ഹല്ലേലൂയ. 26-ാം അധ്യായം നമ്മൾ വായിച്ചാൽ ഇരമ്യാവ് പ്രവചിച്ചു. ആ പ്രവചിച്ചപ്പോൾ നീ കള്ളപ്രവചനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരമ്യാവ് എന്ത് ചെയ്തു? മരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജനം കൂട്ടി. ജനം കൂട്ടിയത് മാത്രമല്ല, ഇവൻ കള്ളപ്രവചനം നടത്തിയെന്ന് പറഞ്ഞ് മരിക്കാൻ വേണ്ടിയിട്ട് ആളെ കൂട്ടുമ്പോൾ ഇരമ്യാവിന് ഇത്രേ പറയാം, നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ കൊല്ലാം, ഞാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. ദൈവം പറഞ്ഞതേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. ഇത് പറഞ്ഞു. 30-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇരമ്യാവിന് മുറിവും വ്രണവും ഒക്കെ ആയി. 33-ൽ ഇരമ്യാവിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കി ആരോഗ്യത്തെ തന്നു, ഞാൻ നിന്നെ വീണ്ടെടുക്കും. ഇരമ്യാവിനോട് ദൈവം പറഞ്ഞു. ഇന്ന് 32-ാം അധ്യായത്തിൽ ഇരമ്യാവ് തൻ്റെ അവകാശം വാങ്ങിക്കാൻ പോയെടുത്ത സഹോദരങ്ങളെല്ലാം കൂടെ തന്നെ എന്ത് ചെയ്ത്? അടിച്ചു, പൊട്ടക്കിണറ്റിലിട്ടു. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പീഡകളിൽ കൂടെ കടന്നു പോകുമ്പോഴും ഇരമ്യാവിനോട് ദൈവം പറഞ്ഞു, ഇരമ്യാവേ, നിന്റെ ജീവനെ ഞാൻ എടുക്കില്ല, പക്ഷെ നീ വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കരുത്. അപ്പൊ ദൈവം പറയണ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോഴും ഇരമ്യാവിനോട് ദൈവം പറയുകയാണ്, ഇരമ്യാവേ, നിന്റെ ജീവനെ ഞാൻ കൊള്ള കണ്ടു കിട്ടിയതുപോലെ തരും, പക്ഷെ നീ വലിയ കാര്യമൊന്നും നിനക്ക് വേണ്ടി ചിന്തിക്കേ ചെയ്യരുത്. ഇത് 45-ാം അധ്യായത്തിൽ ഇരമ്യാവിനോട് പറഞ്ഞു. ആ ഇരമ്യാവ് ദൈവനാമത്തിൽ തൻ്റെ ജനത്തോട് കൊടുക്കുന്ന ഒരു ദൂതാണ് നമ്മൾ വായിച്ചത്. ഇതൊക്കെ പറയണമെങ്കിലും ഈ ആണ്ടിൽ കേൾക്കുന്ന വർത്തമാനമല്ല അടുത്ത ആണ്ടിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭ്രമിച്ചു പോകരുത്, നിങ്ങൾ ഭയപ്പെടുകയും ചെയ്തത്. ഈ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ സഹോദരങ്ങൾ പിറകെ കൊമ്പ് കുലുക്കും. ചിലപ്പോൾ ദൈവിക പദ്ധതി നമ്മളിൽ നിറവേറാൻ താമസിക്കും. ചിലപ്പോൾ നമ്മൾ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവർ തന്നെ നമ്മുടെ മരണത്തിന് ആഗ്രഹിക്കും.
ചിലപ്പോൾ സഭയിൽ ദൂത് കേൾക്കുന്നവർ ഇവൻ മരിക്കണമെന്ന് പറയും. എങ്കിലും ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോഴും നീ എന്ത് ചെയ്യരുത്? ഭ്രമിക്കരുത്, ഭയപ്പെടരുത്. പ്രിയ ദൈവമക്കളെ, ദൈവമക്കൾക്ക് കൂടുതലൊന്നും ഈ ഭൂമിയിൽ എന്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ഭക്തിയോടുകൂടി ആര് ജീവിക്കാൻ ആഗ്രഹിച്ചാലും അവർക്ക് ഉപദ്രവം ഉണ്ടാവും. കാര്യം അവൻ പറയുന്നത് മുഴുവനും വചനമായിരിക്കും. കെട്ടുകഥകൾ പറയാൻ അവൻ്റെ പക്കൽ ഇല്ല. ദൈവത്തിൻ്റെ ഭക്തിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്ന കാര്യം പുതിയ നിയമത്തിലൊന്ന് പറയാമോ? ദൈവത്തിൻ്റെ ഭക്തിയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പുതിയ നിയമത്തിൽ ചെയ്യുന്ന കാര്യം പറയാമോ? ഇത് 2 തിമോഥെയോസിന്റെ ലേഖനം 3:12 പറഞ്ഞത്. ദൈവത്തിൻ്റെ ഭക്തിയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. മറ്റത് 1 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13 തൊട്ട് ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. കണ്ടാ, ദൈവത്തിൻ്റെ ഭക്തിയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പൗലൂസിൻ്റെ വരവോളമല്ല, കർത്താവ് വരുന്നത് വരെ വായന, പ്രബോധനം, ഉപദേശം, ഇതിൽ ശ്രദ്ധിച്ചിരിക്കും. അടുത്ത കണ്ടാ, ചില പ്രവചനങ്ങൾ മൂപ്പന്മാരിൽ കൂടെ ലഭിക്കപ്പെട്ട ചില പ്രവചനങ്ങൾ. ഈ മൂപ്പന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാ കണക്ക് കൂട്ടുന്നത്? മൂപ്പന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സഭയിൽ മുതിർന്ന അല്ലെങ്കിൽ ഉപദേശം കൊടുക്കുന്ന അല്ല. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എത്ര വിളിയുണ്ട്? ഒറ്റ വിളിയാ? പോട്ടെ, 7 വിളിയുണ്ട്. ആ 7 വിളിയും പഠിക്കണമെങ്കിൽ 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 1 തൊട്ട് പഠിക്കണം. അതിൽ ആദ്യം വിളിക്കുന്നത് മോനായിട്ട്, എൻ്റെ മകനെ തിമോഥെയോസേ, അല്ലെ എൻ്റെ കൈവെപ്പിനാലുണ്ടായ കൃപാവരം ജ്വലിപ്പിക്കണം. അടുത്ത വിളി എന്തെല്ലാട്ടാണ്? പടനായിട്ട്. മോനായി തീർന്നാൽ അടുത്ത യുദ്ധ പടയാളിയായി മാറണം, അടുത്ത് നല്ല കൃഷിക്കാരനായി മാറണം. ഇങ്ങനെ അവിടെ 7 വിളികൾ. അവസാനമേ ദാസനായി മാറും. അവസാനം എന്തായി മാറും? ദാസനായി. നമ്മൾ പറയണത് ഞങ്ങളെ ദാസനായിട്ട് വിളിച്ച് മക്കളായി മാറുമെന്ന്. എന്നാൽ പൗലൂസ് പറഞ്ഞ വേറെ തിരിച്ചാ. ആദ്യം മോനായി വിളിക്കും, അവസാനം ദാസനായി മാറും. അവസാനം ദാസനായി മാറുമ്പോൾ അതിൻ്റെ പ്രത്യേകത, അവസാനം ദാസനായി മാറുമ്പോൾ അതിൻ്റെ പ്രത്യേകത, ഒരു ശാപവും നമ്മളിലില്ല. പിന്നെ കർത്താവിൻ്റെ മുഖം കണ്ട് ആരാധിക്കും. 2 പ്രത്യേകതകൾ. വെളിപ്പാട് പുസ്തകം 22:3 അല്ലേ? ഇനി ഒരു ശാപവും അവർക്കില്ല. എൻ്റെ ദാസന്മാർ എൻ്റെ മുഖം കണ്ട്. അപ്പോൾ അത് എപ്പോഴേ എത്തുള്ളൂ? ലാസ്റ്റിൽ. അപ്പോൾ ആദ്യം നമ്മളെ മക്കളായിട്ടാണ് വിളിച്ചത്. എല്ലാ അധികാരങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? അനുഭവിക്കാം. ആ അധികാരം അനുഭവിച്ചു വരുമ്പോഴാണ് ചിലർക്ക് നഗളം, ചിലർക്ക് അഹംഭാവം, ചിലർക്ക് മറ്റുള്ളവരോട് അസൂയ. ഞാൻ ആരാധിച്ച് ഞങ്ങൾക്ക് കാറ് വാങ്ങിക്കാൻ പറ്റി, വീട് വാങ്ങിക്കാൻ പറ്റി, ഞങ്ങളെ മക്കൾക്ക് ജോലി കിട്ടി. ഈ നിഗളം ഇതോടെ ഇവർ തള്ളപ്പെടും. പിടികിട്ടിയ അവസാനത്തിൽ എവിടെ എത്തുള്ളൂ? ദൈവം താലന്ത് ഏൽപ്പിക്കുന്ന ദാസനായി മാറും. പോട്ടെ, അതൊക്കെ നിങ്ങൾ പഠിക്കണം. എപ്പോഴും ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ എടുത്തു വെച്ച് നമ്മൾ ഇപ്പോഴത്തെ സ്റ്റേജ് എവിടെ? സത്യമായിട്ട് പ്രിയ ദൈവങ്ങളെ നിങ്ങൾ അറിയണം, നമ്മളെ ഇപ്പോഴത്തെ സ്റ്റേജ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? മോനായിട്ടാണോ? പടയാളിയായിട്ടാണോ? അല്ലേ?
ഇതൊക്കെ നമ്മൾ അറിയണം. അറിഞ്ഞാലേ ആത്മീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ യിരെമ്യാവിനോട് പറയാണ്, നീ ഇത് കണ്ടൊന്നും പേടിക്കരുത്, ഭയപ്പെടുകയും ചെയ്യരുത്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ആദ്യം ദൈവം പറഞ്ഞ ഏത് വർത്തമാനമാണ്? ഒരാളെ കുറിച്ച് മറ്റൊരു വ്യക്തി പറയാൻ പാടില്ലാത്ത വാക്ക് ഏതെവിടെയാണ്? വ്യാജ വർത്തമാനം. അങ്ങനെയല്ലേ? പുറപ്പാട് 23:1. ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വ്യാജ വർത്തമാനം പറയരുത്. ദൈവമക്കൾ വിചാരിച്ചിരിക്കേണ്ട ഏക കാര്യം അതാ. നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യം പോലും ചിലപ്പം വ്യാജമായിരിക്കും. സത്യമായിട്ട് ഇത് പറയാൻ നമുക്ക് എന്തില്ല? ദൈവം അനുവാദം തന്നിട്ടില്ല. യശുടി പറയണമെന്നാ ഇതിനെ സലോമോൻ പറഞ്ഞതാ. ഇവ എന്ത് ചെയ്യും? ഇവന്റെ അസ്ഥികൾ ദ്രവിക്കുമെന്നാ. യശുണി പറയുന്നവന്റെ അസ്ഥികൾ ദ്രവിക്കും. അപ്പം വ്യാജ വർത്തമാനം പറയരുത്. അതിന് മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നെഹെമ്യാവ് മതിൽ പണിയാനായിട്ട് വന്നു. നെഹെമ്യാവ് എന്തിനാ മതിൽ പണിയാൻ വന്നത്? ഇനി അതും പറഞ്ഞു തരണം. ഓ, ആര് തീ വെച്ച്? രണ്ട് കാരണങ്ങൾ. ഒന്ന്, യെരുശലേമിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുന്നു. രണ്ട്, അപ്പന്റെ കല്ലറ ഇടിഞ്ഞു കിടക്കുന്നു. അപ്പം പ്രിയ ദൈവമക്കളെ, ഇത് രണ്ടുമാണ് അപമാനം. ഒരു ദൈവ പൈതലിനുണ്ടാകുന്ന ഏറ്റവും വലിയ അപമാനം എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ അപ്പൻ്റെ കല്ലറയെ ഇടിച്ചു മാറ്റുന്നത് ആ കുടുംബത്തിലെ മക്കൾ, ആ മക്കൾ എത്രയുണ്ടെങ്കിലും ആ മക്കൾക്ക് അപമാനം വരുത്തുന്ന കാര്യമാണ് അപ്പൻ്റെ കല്ലറ ഇടിച്ചു മാറ്റുന്നത്. രണ്ട്, നമ്മൾ പോകുന്ന ആലയത്തിൻ്റെ വാതില് നശിക്കുന്നത്. ഇത് രണ്ടും ആ കുടുംബത്തിലുള്ളവർ ശാപത്തെ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ ശാപമേറ്റ് വാങ്ങുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഈ ശാപത്തിന് ഉടമയായി തീർന്നപ്പോൾ നെഹെമ്യാവ് ഈ വാക്ക് കേട്ടു. ഈ വാക്ക് കേട്ടപ്പോൾ അവൻ പറയുകയാണ്, ഞങ്ങൾ അപമാനത്തിലിരിക്കുന്നു. പണമുണ്ടാകാം. നെഹെമ്യാവ് ശരിക്കും അപമാനത്തിലാണോ ഇരിക്കുന്നത്? ആണോ സിസ്റ്റർ? രാജാവിൻ്റെ കൊട്ടാരത്തിൽ സുഖകരമായിട്ട് ജീവിക്കുകയാണ്. പക്ഷെ ഈ രണ്ട് കാര്യം സംഭവിച്ചപ്പോൾ നെഹെമ്യാവ് പറയുകയാണ്, അപമാനത്തിലിരിക്കുന്നു. നമുക്ക് ഷെയർ തന്ന നമ്മളെ അപ്പൻ മരിച്ചു, അടക്കപ്പെട്ടു. ആ കല്ലറ ഇടിച്ചു മാറ്റിയതുപോലെയുള്ളൊരു അപമാനം വേറെ ഇല്ല. അല്ലെങ്കിൽ ആ കല്ലറയെ എന്ത് ചെയ്യണം? ഇപ്പോഴേ കളക്ടർക്ക് RDO എഴുതി കൊടുത്ത ആ കല്ലറയുടെ 6 അടി മണ്ണ് വരെ തോണ്ടി എടുത്തുകൊണ്ടുപോയി നമുക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ കല്ലറ വയ്ക്കാം. അത് RDOയുടെ അനുവാദം കൂടെ വേണം. RDO അനുവാദം കൊടുക്കണമെങ്കിൽ അയൽവക്കത്തുകാർ 2 പേര് ഒപ്പിടണം. ഈ കല്ലറ എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരുവിധ നാറ്റമോ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് അവർ കൂടെ ഒപ്പിടണം. ഒപ്പിടുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സിസ്റ്റങ്ങൾ കൊണ്ടുവന്ന് 6 അടി വരെ എന്ത് ചെയ്യാം? ആ കല്ലറയെ അടിത്തട്ടിലെ മണ്ണ് വരെ എടുത്തുകൊണ്ടുപോയി നമുക്ക് സ്വന്തമായ ഒരു സ്ഥലത്ത് അതിനെ
സ്ഥാപിക്കാം. അപ്പോൾ കേൾക്കുന്നവർ പറയും, വിറ്റെങ്കിലും അവൻ്റെ അപ്പൻ്റെ കല്ലറയെ അവൻ എന്ത് ചെയ്തു അല്ലേ? സൂക്ഷിച്ചു. ഇത് അപമാനത്തിന് ഒന്നാമത്തെ കാരണം. 2, യെരൂശലേം ദേവാലയത്തിൻ്റെ വാതിലുകൾ കരിഞ്ഞു. ദൈവപ്രവൃത്തി നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ആലയത്തിനകത്ത് എന്തില്ല? ആർക്കും കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ വാതിലുകൾ തുറന്നു കിടക്കുമ്പോൾ ആര് വന്ന് കയറും? മൂങ്ങയും കാട്ടുപന്നിയും മുള്ളൻ പന്നിയും വായിച്ചിട്ടുണ്ട്. അതൊക്കെ യെശയ്യാ പ്രവചനത്തിലുണ്ട്. വന്ന് കയറി മൂങ്ങ രാത്രി ഇരുന്ന് രാപ്പളിക്കും. അങ്ങനെ ഒരു അനുഭവം ആലയത്തിൻ്റെ വാതിൽ തുറന്നു കിടന്നപ്പോൾ ഉണ്ടായി. ഇത് രണ്ടും കേട്ടപ്പോൾ നെഹമ്യാവ് കരഞ്ഞു, ഉപവസിച്ചു. അർത്തഹ്ശേസ് രാജാവിൻ്റെ മുമ്പിൽ മുഖം പാടി. എന്തുകൊണ്ട് അവിടെ മുഖം പാടി? അർത്തഹ്ശേസ് രാജാവിൻ്റെ മുമ്പിൽ എന്തുകൊണ്ട് നെഹമ്യാവിൻ്റെ മുഖം പാടി കരഞ്ഞു, ഉപവസിക്കേണ്ട കാരണം? എന്തുകൊണ്ട്? ആത്മീയ ജീവിതം ഓട്ടെ. ജ്ഞാനികളിൽ ജ്ഞാനിയായ എസ്രാ പുരോഹിതൻ ഹോരസ് അനുവാദം കൊടുത്ത് യെരൂശലേം ദേവാലയത്തെ പണിയാൻ അപേക്ഷിച്ചു. പക്ഷേ ചിലരുടെ തർക്കം മുഖാന്തരം ആലയം എന്ത് ചെയ്തു? പണി മുടങ്ങി. അന്ന് ഈ അർത്തഹ്ശേസ് രാജാവിൻ്റെ അപ്പൻ അർത്തഹ്ശേസ് രാജാവ് എസ്രയുടെ പണിയെ മുടക്കം ചെയ്തു. 4-ാം അധ്യായം 7-12 വരെ വായിക്കുമ്പോൾ അങ്ങനെ കാണുന്നു. അപ്പൻ ആലയത്തിൻ്റെ പണിയെ മുടക്കി. അപ്പൻ ദൈവമക്കളുടെ കല്ലറയെ പണിയാൻ അനുവദിച്ചില്ല. അർത്തഹ്ശേസ് രാജാവിൻ്റെ കാലം വരെ അത് മുടങ്ങി കിടന്നു. ഇപ്പോൾ തൻ്റെ മകൻ്റെ അർത്തഹ്ശേസായിരിക്കുന്നവരുടെ സ്ഥാനപ്പേരാ അത്. അതിൻ്റെ കാലഘട്ടത്തിൽ ഈ പണി വന്ന് തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? രാജാവ് അനുമതി കൊടുക്കണം. അപ്പം മുടക്കിയതിന് മോൻ എന്ത് ചെയ്യണം? അനുമതി കൊടുക്കണം. അതിന് നെഹമ്യാവ് കരഞ്ഞു, ഉപവസിച്ചു. പറയാതെ തന്നെ രാജാവിന് മനസ്സിലായി ഇവന്റെ മുഖം വാടിയിരിക്കുന്നു. ഇവന് തക്കതായ കാരണം ഇവന്റെ മുഖം വാട്ടത്തിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഒരു മുഖം വാടൽ നമുക്കുണ്ടോ? നമ്മൾ അപമാനിക്കപ്പെട്ട് കിടക്കുന്ന, നമ്മുടെ ആത്മീയ ജീവിതം വളരാതിരിക്കുന്ന കാരണത്തിന്റെ ഒരു മുഖം വാടൽ, അതോ നമുക്ക് കിട്ടിയ സുഖസമൃദ്ധിയിൽ രാജാവിൻ്റെ പാനപാത്രകനാണ്, അവിടെ സന്തോഷകരമായ ആഹാരമുണ്ട്, സന്തോഷകരമായ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാം, ആ സന്തോഷത്തിൽ ജീവിക്കുന്നവരാണോ നമ്മൾ? അതോ ഈ 2 കാര്യത്തിൽ മുഖം വാടി ഇരിക്കുന്നവരാണോ നമ്മൾ? മുഖം വാടിയപ്പോൾ രാജാവ് ചോദിച്ചു, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? ഇത് മനപ്രയാസമല്ലാതെ മറ്റൊന്നുമല്ല, രോഗമല്ല, സാമ്പത്തികത്തിൻ്റെ ക്ഷീണമല്ല. പക്ഷെ ഇതിനൊരു കാരണം, നിന്റെ മുഖം വാടാൻ മനപ്രയാസം ഇതുണ്ടോ നിനക്ക്? സാമ്പത്തികത്തിൻ്റെ അല്ല, നിന്റെ അപ്പൻ്റെ കല്ലറയെ കുറിച്ചുള്ള മുഖം വാടൽ, നിന്നെ ജനിപ്പിച്ച നിന്റെ അപ്പൻ്റെ കല്ലറ ഇടിഞ്ഞു കിടക്കുന്നു എന്നുള്ള മുഖം വാടൽ, നിന്നെ തെരഞ്ഞെടുത്ത സഭയിൽ അതിൻ്റെ കാതലുകൾ കരിഞ്ഞ് ഒരു ദൈവപ്രവൃത്തി നടക്കുന്നില്ല എന്നുള്ള മുഖം പാടൽ നിനക്കുണ്ടോ? ഉണ്ടാ? രോഗത്തിനല്ല ഉപവസിക്കേണ്ടത്, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനല്ല ഉപവസിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ തുരുത്തി അബ്രഹാം കൊടുത്തത്.
ഇസ്മാലിന്. ആ തുരുത്തി ഉണ്ടെങ്കിൽ വെള്ളം നിറയും. അവർ കളഞ്ഞോ? അപ്പൻ തന്ന നന്മ നിന്റെ കയ്യിൽ ഒരു പിടിയെങ്കിലും ഉണ്ടെങ്കിൽ ആ തുരുത്തിയിൽ വെള്ളം നിറയും. ആ തുരുത്തി വീണ്ടും അനുഗ്രഹിക്കപ്പെടും. ആ തുരുത്തി നിന്നെ വളർത്തും. ആ തുരുത്തി നിന്നെ ഏത് പ്രതികൂല സാഹചര്യത്തിലും നിലനിർത്തും. ആ തുരുത്തി നീ കളയരുത്. ഇസ്മായില് 312 അഭ്യാസികൾ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ വളരുന്നുണ്ട്, വീട് വെച്ച് കിടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തന്നില്ല ഒരു വീട്. ഇല്ലേ? കൊടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ആ തുരുത്തിയ ഇനി അപ്പൻ്റെ തുരുത്തിയും വേണ്ട പോന്ന് പറഞ്ഞ് എറിഞ്ഞില്ല. എറിഞ്ഞോ? അപ്പൻ്റെ തുരുത്തിയില്ലാതെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ് കളഞ്ഞില്ല. അപ്പൻ്റെ തുരുത്തിയെ സൂക്ഷിച്ചു. കാരണം ഈ തുരുത്തി ഉണ്ടെങ്കിലേ എനിക്ക് വെള്ളം നിറയ്ക്കാൻ പറ്റൂ. ബാക്കി എന്തുണ്ടെങ്കിലും വെള്ളം നിറയ്ക്കാൻ ഇല്ല. ഉണ്ടോ? അപ്പം തന്ന ഒരു അനുഗ്രഹമുണ്ട്. അതിനെ ചവിട്ടിക്കളഞ്ഞിട്ട്, അതിനെ നിന്ദിച്ച് കളഞ്ഞിട്ട് സന്തോഷത്തിൻ്റെ മുഖങ്ങളുമായിട്ട് നടക്കുമ്പോൾ ചിന്തിച്ചോ, ദൈവസന്നിധിയിൽ നിന്നെക്കുറിച്ച് സന്തോഷിക്കില്ല. ചിലരൊക്കെ ചിന്തിക്കും അപ്പനെ എവിടെയെങ്കിലും കൊണ്ട് നടക്കിയാൽ പിന്നെ ആ കല്ലറയുടെ കാര്യം ഞങ്ങൾ എന്ത് ചെയ്യണ്ട. എടാ 2 സെന്റ് തറ നിനക്ക് തന്നിട്ടുണ്ടോ? അതിനകത്തുണ്ടാകണം. മനസ്സിലായില്ലേ? കോവിഡ് സമയത്ത് എത്ര പേരെ കൊണ്ടുവന്ന് ഒരു കുഴിയിൽ തള്ളിയിട്ട് അതിനൊക്കെ എവിടെയെങ്കിലും വചനമുണ്ടോ? ഇല്ല. ദൈവം പറയുന്നു തോഫാത്ത് താഴ്വര ശവങ്ങളെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടു. എൻ്റെ മനസ്സിൽ പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല. ചിന്തിക്കാത്ത കാര്യമാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോവിഡ് സമയത്തും 5 സെന്റ് തറയുണ്ട് എൻ്റെ വീട്ടിൽ, എൻ്റെ അപ്പൻ അടക്കണം, എൻ്റെ അമ്മ അടക്കണമെന്ന് പറഞ്ഞവരെ വീട്ടിൽ 10 അടി കുഴിതാത്ത് JCB കൊണ്ടുവന്ന് സർക്കാർ കുഴിതാത്ത് അടക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാമോ? അടയ്ക്കോ? അവരെ ചെലവിൽ, സർക്കാരിൻ്റെ ചെലവിൽ കൊണ്ടുവന്ന 10 അടി കുഴിതാത്ത് അടക്കിയിൽ ഒരാളാണ് ശമൂലടൻ, പാസ്റ്റർ ശമൂല്. നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹമാണ് സ്ഥാപിക്കേണ്ടത്. ഈ കല്ലറ കിടന്നാൽ നമുക്ക് ശനിയാണ് എന്ന് പറഞ്ഞ് ഈ കല്ലറ എങ്ങനെയെങ്കിലും ഒഴിച്ചുവിടാൻ ആഗ്രഹിച്ചവർ കോവിഡ് സമയത്ത് പറയുമോ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അടക്കണമെന്ന്? പറയുമോ? എന്നിട്ട് ഭയങ്കര ബന്ധുക്കോസാർക്ക് ഭയങ്കര ഭക്തിയാണെന്നേ. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അങ്ങനെ അപമാനത്തിൽ കിടക്കുന്ന മക്കൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ ഒരുത്തൻ വന്നു. നെഹെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിര്. ഇപ്പം മൊത്തം പ്രതികൂലം ആർക്ക് നേരെയായി? ഗുണം ചെയ്യാൻ വന്നവന് നേരെയായി. ഇത് മനസ്സിലായ? സമയമില്ല, ബാക്കി ഭാഗങ്ങളെല്ലാം നിങ്ങൾ ഊഹിച്ച് കണ്ടുപിടിച്ചൊക്കെ എന്ത് ചെയ്തോളണം. എങ്കിലും ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ടോ, അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തും. നെഹെമ്യാവിന്റെ പുസ്തകം 6:6 മനുഷ്യർ പറയുന്ന വാക്ക് ഒന്ന് വായിച്ച്. 6-ാം അധ്യായം 6-ാം വാക്യം. ഈ ഇടിഞ്ഞു കിടന്ന പണി ചെയ്യാൻ വന്നവനെ നെഹെമ്യാവിനോട് പറയുന്ന ഒരു വാക്ക്, നീ മത്സരിക്കാൻ ഭാവിക്കുന്ന ആരോടെ? രാജാവിനോട്. നമ്മളെ പണി എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും പ്രിയ ദൈവമക്കളെ, ദേശത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മളെ വെല്ലുവിളിക്കും. എന്താണ് അവർ പറയുന്നത്? നമ്മൾ ആ ശക്തിയോട് മത്സരിക്കുന്നുവെന്ന്. നമ്മളടുത്ത് പലരും പറയും
നിങ്ങളെ വീടിൻ്റെ പള്ളിയുടെ തെക്ക് വശം, വടക്ക് വശം, അവിടെയെല്ലാം നിങ്ങൾക്ക് ശത്രുവാണ്. ഒരു ശത്രുവും നമുക്കില്ല. പിന്നെ എന്താ, അവരെ ദൈവം പിശാച് കയ്യിലെടുത്തു നമുക്ക് വിരോധമായിട്ട് നമ്മൾ ചെയ്യുന്ന പണിയെ തടസ്സപ്പെടുത്താൻ. ഈ പണിയെ തടസ്സപ്പെടുത്താൻ നിന്ന തോബിയാവും സൽബല്ലത്തും എന്ന് പറയുന്ന വെളിയിലുള്ള ആരുമല്ല, നെഹമ്യാവിൻ്റെ മുറയ്ക്ക് മച്ചമ്പിയാർ. അത് നിങ്ങൾ 13 വായിച്ചു നോക്കണം, അവിടെ കൊണ്ട്. നെഹമ്യാവിൻ്റെ മുറയ്ക്ക് മച്ചമ്പിയാരാണ്. അപ്പം വെളിയിലുള്ളവരാണോ? നെഹമ്യാവിൻ്റെ അപ്പൻ്റെ കല്ലറ പണിയുമ്പോൾ ഈ മച്ചമ്പീരാര്? ആര്? ഇവിടെ ഇരിക്കുന്ന ആർക്കും അളിയന്മാരില്ലേ? ഭാര്യ വഴിയിലുള്ള അളിയനല്ല, അമ്മയുടെ സഹോദരൻ്റെ മകൻ അല്ലേ? അല്ലെങ്കിൽ അപ്പൻ്റെ സഹോദരിയുടെ. ഇവനാണ് ശത്രുത്വം. ഗുണം ചെയ്യാൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിരോധമായിട്ട് നിന്നത് ഇവനാ. പക്ഷെ നെഹമ്യാവ് ഇതിന് ചെവി കൊടുക്കാൻ പോയില്ല. നെഹമ്യാവ് പ്രാർത്ഥിച്ചു. നെഹമ്യാവിൻ്റെ കൂടെ ഉള്ളവരും പ്രാർത്ഥിച്ചു. അതിൻ്റെ 15-16 കൂടെ വാക്യം വായിച്ച്. എത്ര ദിവസം കൊണ്ട് പണിതു? 52 ദിവസം. ഒരു വർഷത്തിൽ 365 ദിവസം. അപ്പം അവനെ മാറ്റാൻ 52 ദിവസം എടുത്തുള്ളൂ. ഒരുമിച്ച് അവർ പ്രാർത്ഥിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, അവർ കുളിക്കുന്ന സമയത്ത് പോലും വസ്ത്രം മാറിയില്ല. രാത്രിയും ഒരു വിഭാഗം പ്രാർത്ഥിച്ചു, ഒരു വിഭാഗം ആയുധം പിടിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ 52 ദിവസം കൊണ്ട് ആലയത്തിൻ്റെ പണി, അല്ലെങ്കിൽ മതിലുകളുടെ പണി, അല്ലെങ്കിൽ ഇടിഞ്ഞ കല്ലറകൾ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ജാതികൾക്ക് ഭയം ഉണ്ടായത്. എന്നും ഇങ്ങനെ കിടന്ന ഒരു ജാതിക്കും ഭയം വരില്ല. വരുമോ? എന്നും ഇങ്ങനെ കിടക്കുകയാണ്, ഒരു ജാതിക്കും ഭയം വരില്ല. മതിൽ കെട്ടണം. അതിന് 52 ദിവസം കൊണ്ട് പണി പൂർത്തിയാകത്തക്ക നിലവാരത്തിൽ അവർ പ്രാർത്ഥിച്ചു. പകലും രാത്രിയും പ്രാർത്ഥിച്ചു. പകല് പണിക്ക് പോയപ്പോൾ വീട്ടിലുള്ളവരെന്ത് ചെയ്തു? ആയുധം ധരിച്ച് പ്രാർത്ഥിച്ചു. രാത്രി വന്നവർ കുളിക്കുന്ന സമയത്ത് പോലും, വസ്ത്രം മാറുന്ന സമയത്തും ആയുധം പിടിച്ചോണ്ടവർ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അപമാനം മാറി, നിന്ന മാറി, കഷ്ടത മാറി. 52 ദിവസം കഴിഞ്ഞാൽ 365 610 ദിവസം, 613 ദിവസം എന്ത് ചെയ്തു? സന്തോഷിക്കാൻ ഇടയായി. തന്നെ അനീഷേ, 52 ദിവസം കൊണ്ട് പണി. അപ്പം ബാക്കി എത്ര ദിവസമുണ്ട്? ഈ പണി പൂർത്തിയായില്ല എങ്കിൽ ഈ 365 ദിവസവും എന്ത് ചെയ്യേണ്ടി വരും? നിന്നയിലും അപമാനത്തിലും ഇരിക്കേണ്ടി വരും. മനസ്സിലായ? അപ്പൊ ആദ്യം നമുക്ക് പണിയാണ്. അപമാനം മാറത്തക്ക പണികൾ നമ്മുടെ വീട്ടിൽ നടക്കണം. കഷ്ടത മാറത്തക്ക പണികൾ നടക്കണം. എങ്കിൽ അടുത്ത ആണ്ടിൽ മറ്റൊരു സംസാരം.